അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. SNDP യോഗം കിഴക്കൻ മേഖല നേതൃയോഗം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. 82 ശാഖകളിൽ നിന്നായി 2000-ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. SNDP മൂവാറ്റുപുഴ, കോതമംഗലം, കൂത്താട്ടുകുളം യൂണിയനുകളിലെ ശാഖാ ഭാരവാഹികളെയും SNDP യോഗത്തിന് കീഴിലുള്ള വിവിധ സംഘടനകളുടെ ഭാരവാഹികളെയും ഉൾപ്പെടുത്തിയുള്ള SNDP യോഗം കിഴക്കൻ മേഖല നേതൃസംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള മാന്യതയും മര്യാദയും സതീശനില്ല. ഈഴവരായ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ചീത്ത പറയുന്ന ഈഴവ വിരോധിയാണ് സതീശനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഒരു രാമനെ മത്സരിപ്പിച്ചു. അതെന്താണെന്നറിയാവോ? റിസർവേഷൻ. ഇപ്പൊ അതുമില്ല. മതേതരത്വം കാണിക്കാൻ പേഴ്സണൽ സ്റ്റാഫിൽ ആരെങ്കിലും ഇടുന്നുണ്ടോ? ഇങ്ങനെ മതേതരത്വം പറയുകയും മതാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുകയും നമ്മളെ എല്ലാം കറന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറായിട്ട് ഇന്ന് ലീഗിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ സമ്പത്ത് എല്ലാം വിവിധ മേഖലയിൽ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം അവർ പരിധിക്ക് നിർത്തുകയാണ്. എന്തിന്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എതിര് നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് കോൺഗ്രസിനോട് ചോദിക്കും. അതിന് മറുപടി പറയണമെന്ന് പറയും. ഉടനെ പറയുമല്ലോ. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുമല്ലോ. VD സതീശൻ. ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയും. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടോ? ഇവിടെ പിണറായിയൊക്കെ കായിലുണ്ട്, അവിടെ തന്തയുടെ പ്രായമുണ്ട്, കായിലുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാളെ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നും. ഈ തറ എനിക്ക് വയസ്സ് 88 ഉണ്ട്. കുഞ്ഞ് 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളൂ. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കാണുന്നുണ്ട്. ഇത്തരം തറ പറയുന്നൊരു വീഡിയോ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. ഏതും മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ്. ഈഴവെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ലാൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. KPCC പ്രസിഡന്റ് ആരായിരുന്നു? സുധാകരൻ. ഒരു ഈഴവനായിരുന്നു. ആ KPCC പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ആ KPCC പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറയാം. പിറ്റേ ആ സെക്കൻഡ് അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ? സുധാകരൻ KPCC പ്രസിഡന്റായിരുന്നു. അനവസരത്തിൽ അദ്ദേഹത്തെ താഴെ ഇറക്കിയിരുത്തി. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി. ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, സെക്രട്ടറി PA സോമൻ, ബോർഡ് അംഗം സജീവ് പാറയ്ക്കൽ, കൂത്താട്ടുകുളം യൂണിയൻ പ്രസിഡന്റ് PG ഗോപിനാഥ്, സെക്രട്ടറി CP സത്യൻ, ഫാദർ റിജോ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് N രമേശ്, പ്രമോദ് കെത്തമ്പാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. SNDP യോഗം യൂണിയൻ തല ഭാരവാഹികൾ, ശാഖാതല ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.